ആണ്. ഇത് ഇത്തവണ എങ്ങനെയുണ്ട്? എന്താ പേരെന്താ? വീനസ്. യൂട്യൂബറാണോ? യൂട്യൂബർ അല്ല ഞാൻ. എങ്ങനെയുണ്ട് ഈ പ്രാവശ്യത്തെ ഘോഷയാത്ര? ഇപ്പോഴത്തെ ഘോഷത്തിൽ കുറച്ച് ലേറ്റ് ആയെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ വളരെ മനോഹരമായിട്ടുണ്ട്. എല്ലാം നല്ല ഫ്ലോട്ടുകളൊക്കെ ഫ്ലോട്ടുകളുടെ എണ്ണത്തിൽ ഇത്തവണ കൂടുതലുണ്ടെന്നാണ് എനിക്ക് കൂടുതലുണ്ടല്ലേ? അപ്പോൾ ഇനി ഈ ലൈറ്റൊക്കെ ഉള്ള ഫ്ലോട്ടുകളാണ് ഇനി വരാതിരിക്കുന്നത്. ലൈറ്റുള്ള ഫ്ലോട്ടുകൾ ഇനി വരാനുണ്ട്. പക്ഷേ ഇപ്പോൾ കുറച്ചൊന്ന് നേരെ ഇരുട്ടി വന്നാൽ മാത്രമേ ഇതൊക്കെ കാണാനുള്ളൊരു ഭംഗി ഉണ്ടാകത്തുള്ളൂ. ഈ കാഴ്ചയുടെ മനോഹാരിത കാണണമെങ്കിൽ കുറച്ചുകൂടി ഇരുട്ടണം. കാരണം എല്ലാ ഫ്ലോട്ടുകളിലും ലൈറ്റുണ്ട്. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സമുദ്ര മത്സ്യ ഉൽപ്പാദനം 6.4 ലക്ഷം ടൺ എന്നൊക്കെ നമ്മളുടെ മേന്മ വിളിച്ചു പറയുന്ന ഫിഷറീസ് വകുപ്പിൻ്റെ അടിപൊളിയായിട്ടൊരു ഫ്ലോട്ടാണ് കടന്നു പോകുന്നത്. ഇതാ ചൂണ്ടയിട്ട് അടിപൊളി ഒരു മീനിനെ പിടിക്കുന്ന ഒരു ദൃശ്യം നമ്മളുടെ മത്സ്യ മേഖലയിൽ നമ്മളുടെ മീൻപിടുത്തക്കാർ കടലിൽ പോയി എങ്ങനെയാണ് മത്സ്യബന്ധനം നടത്തുന്നതെന്ന് കൃത്യമായി ആ ഫ്ലോട്ടിൽ കാണിച്ചിട്ടുണ്ട്. ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിൻ്റെ ഫ്ലോട്ടാണ് തൊട്ടു പിറകിൽ വരുന്നത്. ഇങ്ങനെ കലാരൂപങ്ങളും ഫ്ലോട്ടുകളും ഒക്കെ അതാ ഒരു മുത്തുച്ചിപ്പി തുറന്നിരിക്കുന്ന മുത്തുച്ചിപ്പി, അതിനുള്ളിൽ ഹാർബർ എഞ്ചിനീയറിംഗിൻ്റെ കലാവിരുതുകൾ അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ കണ്ടാലും മതി വരാത്ത ഫ്ലോട്ടുകൾ ദാ വീണ്ടും നമ്മളുടെ അടുത്ത വകുപ്പിൻ്റെ ഫ്ലോട്ട് കടന്നു വരുന്നു. അത് അത് അടുത്ത് വന്നാൽ മാത്രമേ, അത് ഏത് വകുപ്പിൻ്റെയാണ് എന്നുള്ളത് അടുത്ത് വരണം. സമൃദ്ധ ഗ്രാമങ്ങൾ നബാർഡിൻ്റെ ഫ്ലോട്ടാണ്. നബാർഡിൻ്റെ സമൃദ്ധ ഗ്രാമങ്ങൾ സമൃദ്ധ ജീവിതങ്ങൾ എന്ന ആശയത്തിലുള്ള നബാർഡിൻ്റെ ഫ്ലോട്ടാണ്. നമ്മളുടെ ഗ്രാമീണ മേഖലയൊക്കെ വികസനത്തിൻ്റെ വലിയ നേട്ടങ്ങളിലേക്ക് എത്തിച്ച ഒരു വകുപ്പാണ്, ഒരു സ്ഥാപനമാണ് നബാർഡ്. ആ നബാർഡിൻ്റെ ഇൻ്റർനാഷണൽ ഓഫ് കോപ്പറേറ്റീവ്സ് 2025 എന്ന ആശയത്തിൽ ഉൾപ്പെടുത്തുന്ന ഒരു ഫ്ലോട്ടാണ് കടന്നു പോകുന്നത്. ഇനി ഒരു വലിയ കെൽട്രോണിൻ്റെ ഫ്ലോട്ട് കടന്നു വരാനുണ്ട്. അതിനൊപ്പം തന്നെ വിവിധ കലാരൂപങ്ങൾ കടന്നു വരാനുണ്ട്. ഇത്തവണ ഫ്ലോട്ടുകളുടെ എണ്ണം കൂടുതലാണ്. നേരത്തെ നമുക്കറിയാം മുഖ്യമന്ത്രിയും ഗവർണറുമൊക്കെ ഈ നമ്മളുടെ കേരള സംസ്ഥാനം ഒരുക്കുന്ന ഈ ദൃശ്യവിരുന്ന് കാണാൻ വേണ്ടി സകുടുംബം കാത്തിരിക്കുന്നുണ്ട് നമ്മുടെ സെൻട്രൽ ലൈബ്രറിയുടെ തൊട്ടു മുന്നിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ. അപ്പോൾ അവരുടെ കൺമുന്നിലൂടെയാണ്, പ്രത്യേകിച്ച് ഗവർണർ മറ്റൊരു സംസ്ഥാനക്കാരനാണ്, ഗോവയിൽ നിന്നുള്ള വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് നമ്മളുടെ സാംസ്കാരിക പൈതൃകവും നമ്മളുടെ ഓണാഘോഷത്തിൻ്റെ വർണ്ണാഭയും ഒക്കെ കണ്ട് അറിയാനുള്ള ഒരു അവസരം കൂടിയാണ്. നമ്മളുടെ സംസ്കാരം എത്രത്തോളമാണ്, മതമൈത്രി എത്രത്തോളമാണ് എന്നൊക്കെ കണ്ടറിയാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ ഘോഷയാത്ര. എല്ലാ സംസ്ഥാനങ്ങളുടെയും കലാരൂപങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ ഘോഷയാത്ര പുരോഗമിക്കുന്നത്. ദിവിഷ് അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മുഖ്യമന്ത്രിയും ഗവർണറുടെയും മുഖ്യ സാന്നിധ്യത്തിൽ ടൂറിസം ഓണം വാരാഘോഷത്തിൻ്റെ സമാപനം കുറിക്കുന്ന ഘോഷയാത്ര അതിഗംഭീരമായി മുന്നോട്ട് പോവുകയാണ്. ഓരോ വകുപ്പുകളും മത്സരിച്ചെന്നതുപോലെ തന്നെ ഞങ്ങളുടെ ഫ്ലോട്ടുകൾ അതിമനോഹരമായി ഒരുക്കിയിരിക്കുന്നു. ഇരുവശത്തും ജനങ്ങളുടെ വലിയ തിരക്ക് ഈ കാഴ്ചകൾ കാണാനായിട്ടുണ്ട്. ചുവട് വെച്ചും പാട്ടുപാടിയും കലാരൂപങ്ങൾ അവതരിപ്പിച്ചും ഒപ്പനയും തിരുവാതിരയും വിളക്ക് ആട്ടവും ഒക്കെയായി അങ്ങനെ പലവിധ കലാരൂപങ്ങൾ കേരളത്തിൽ ഒരുപക്ഷെ തെക്കൻ കേരളത്തിലുള്ളവർക്ക് അറിയാത്ത വടക്കൻ കേരളത്തിലെ കലാരൂപങ്ങൾ, അത് തിരിച്ചും മറിച്ചുമൊക്കെ അങ്ങനെ നമുക്ക് പരിചിതമല്ലാത്ത കലാരൂപങ്ങളുമൊക്കെ റോഡിലേക്ക് കൊണ്ടുവന്ന് അതിനൊക്കെ കലാകാരന്മാരെ അണിനിരത്തി അതിന് പല ജില്ലകളിൽ നിന്നാണ് അത്തരം കലയൊക്കെ അഭ്യസിക്കുന്നവർ തന്നെ നേരിട്ട് വന്നാണ് ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നത്. അങ്ങനെ അതിമനോഹരമായ നിലയിൽ ഓണം ഘോഷയാത്ര, ഇത്തവണത്തെ ഓണാഘോഷം അതിഗംഭീരമായി തന്നെ സംസ്ഥാനത്ത് പൂർത്തീകരണത്തിലേക്ക് പോവുകയാണ്. അതിൻ്റെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കെൽട്രോണിൻ്റെ ഫ്ലോട്ടാണ് ഇപ്പോൾ ഈ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ വകുപ്പുകളും തങ്ങളുടെ നേട്ടങ്ങൾ അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് അത് സാമാന്യ ജനവുമായി ബന്ധപ്പെടുന്നത്, ജനങ്ങളിലേക്ക് എത്രത്തോളം ഇറങ്ങിച്ചെല്ലാൻ ഓരോ വകുപ്പിൻ്റെയും പ്രവർത്തനങ്ങൾക്ക് കഴിയുന്നുവെന്നൊക്കെ പ്രതിപാദിക്കുന്ന നിലയിൽ തന്നെയാണ് ഫ്ലോട്ടുകൾ ഒരുക്കിയിട്ടുള്ളത്. ആര്യഭട്ടം മുതൽ ഗഗൻയാൻ വരെ എന്ന വിശേഷവുമായിട്ടാണ് ISRO തങ്ങളുടെ ഫ്ലോട്ട് ഒരുക്കിയത്. GST വകുപ്പ്, കെൽട്രോൺ, അങ്ങനെ പല വിധത്തിൽ എല്ലാ സർക്കാർ വകുപ്പുകളും അനുബന്ധ സ്ഥാപനങ്ങളുമൊക്കെ വിഴിഞ്ഞം പോർട്ട് ഒക്കെ തങ്ങളുടേതായ നിലയിൽ ഓരോ സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു. കെൽട്രോൺ നമുക്കറിയാം രാജ്യത്തിൻ്റെ പ്രതിരോധ മേഖലയിൽ തന്നെ നിർണായകമായൊരു സാന്നിധ്യമാകാൻ കെൽട്രോണിന് കഴിഞ്ഞിട്ടുണ്ട്. പല സംവിധാനങ്ങളിലെയും ഒക്കെ പല ഭാഗങ്ങളുമൊക്കെ നിർമ്മിക്കുന്നതിൽ കെൽട്രോണ് വലിയ പങ്ക് വഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ISROയുടെ അടക്കമുള്ള കാര്യങ്ങളിലും അത് കാണാം. അങ്ങനെ വലിയ ഒരു വിജയത്തിൻ്റെ കാഴ്ചയാണ് കെൽട്രോണൊക്കെ പങ്കുവയ്ക്കാനുള്ളത്.